കാവ്യയുടെ പിതാവ് പി. മാധവന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കാവ്യയോടും അമ്മ ശ്യാമളയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം. മകൾ മീനാക്ഷിയും കാവ്യയോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. കാവ്യയോട് യാത്ര പറഞ്ഞ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്കാണ് മീനാക്ഷി പോയത്. മാത്രവുമല്ല, മീനാക്ഷി ഇപ്പോൾ ഏസ്റ്ററിൽ ഡെർമറ്റോളജി ഡോക്ടർ കൂടിയാണ്. ഇത്രയും ദിവസം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമരികിൽ സാന്ത്വനമായി മീനാക്ഷി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാവ്യയുടെ സഹോദരൻ ഓസ്ട്രേലിയയിൽ നിന്ന് പറന്നെത്തിയിരുന്നു. മകൻ മിഥുൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരാൻ വൈകിയതുകൊണ്ടായിരുന്നു മാധവന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിയത്. അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് വിതുമ്പിക്കരയുന്ന മിഥുനെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മാധവന്റെ ഈയൊരു വിയോഗ സമയത്ത് കുടുംബത്തിന് താങ്ങും തണലായി നിന്നത് ദിലീപ് തന്നെയാണ്. കാവ്യയെ ആശ്വസിപ്പിച്ചും മകൾ മഹാലക്ഷ്മിയെ കൂടെ ചേർത്ത് പിടിച്ചും അമ്മ ശ്യാമളയെ ആശ്വസിപ്പിച്ചും ദിലീപ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ മരണത്തിന്റെ ഞെട്ടലിൽ തന്നെയായിരുന്നു കാവ്യയും അമ്മ ശ്യാമളയും. ജൂൺ 16-നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. നിരവധി പേർ ചെന്നൈയിലെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചിരുന്നു. കാവ്യയെ സിനിമാ താരമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച ആൾ തന്നെയാണ് പി. മാധവൻ. മകൾക്ക് കലാരംഗത്ത് ശോഭിക്കാനാകുമെന്ന് ഇദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞു. അഭിനയരംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് കാവ്യ. 2017-ൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് അവസാന സിനിമ. 2017-ൽ നടി ദിലീപിനെ വിവാഹം ചെയ്തു. ഇതോടെയാണ് സിനിമാ രംഗത്ത് നിന്നും താരം മാറി നിന്നത്.